നിങ്ങൾ ആദ്യം ചോദിച്ചത് എന്താണ്, ഖുർആനിനെ പോലെ ഒരു സാധനം കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതല്ലേ. ഞാൻ അതിനേക്കാൾ മികച്ച സാധനമാണ് ഞാൻ കൊണ്ടുവന്നത്. ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താ, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. എന്താ അതിന്റെ അർത്ഥം? അബൂലഹബിനെ പറ്റിയിട്ട് പ്രവാചകനെ അറിയിച്ചു. എന്തറിയിച്ചു? അതായത് പ്രവാചകൻ വിശ്വസിക്കാനുള്ള സമയത്ത് എങ്ങനെ കൃത്യമായിട്ട് പറയൂ, എന്താണ് പറഞ്ഞത് പറയും. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, എന്താണ് അതിന്റെ അർത്ഥം? മാഅന അൻഹു മാലുഹു വമാ കസബ്. അജ്മൽ കസബ്. എന്താണത്? അതെ, അബൂലഹബിനെ ശപിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പടച്ചോന് അയച്ചതാണ് ആ സൂറത്താണ് അത് പറയുന്നത്. അപ്പൊ ഒരാളെ ശപിക്കാൻ വേണ്ടിട്ട് സൂറത്ത് എഴുതി. ഇതാണോ നിങ്ങൾ മികച്ച സൂറത്ത് എന്ന് പറയുന്നത്? ഇതാണോ നിങ്ങൾ മികച്ച, ഇതാണോ നിങ്ങളുടെ പടച്ചോൻ? ഒരാളെ ശപിക്കാൻ വേണ്ടി സൂറത്ത് ഇറക്കാന്നൊക്കെ പറഞ്ഞു, ഇതിനും വലിയൊരു തോൽവിയുണ്ടോ? ഒരാളെ ശപിക്കാൻ വേണ്ടി സൂറത്ത് ഇറക്കാന്നൊക്കെ പറഞ്ഞാല് ഇതിനേക്കാൾ വലിയ തോൽവിയുണ്ടോ? തോൽവി എന്നല്ല, ശപിക്കാൻ വേണ്ടിട്ട് പറഞ്ഞെങ്കിൽ അയാളെ വിശ്വസിക്കാൻ, അതായത് ഉപദ്രവിച്ചതിനെ കൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പ്രവാചകനെ? അതിനെന്തിനാണ് ശപിക്കുന്നത്? അങ്ങോട്ട് നശിപ്പിച്ചാ പോരെ.